ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 3 ഡേ 2. അപ്പോൾ ഇന്നത്തെ വിഷയങ്ങൾ തുടങ്ങുന്നത് തന്നെ അനീഷിന്റെ ഗുഡ് മോർണിംഗിലാണ് എന്നാണ്. അനീഷ് എന്ന് പറഞ്ഞാണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് ഇപ്പോൾ അനീഷിനെ വേണം, അനീഷിന് ആവശ്യമാണ് ബിഗ് ബോസിന്. അതുകൊണ്ട് തന്നെ ലൈവിൽ അത്യാവശ്യം സ്പേസ് കൊടുക്കുന്നുണ്ട്. കമ്മിങ് ടു ദ എപ്പിസോഡ്സ് അനീഷിന് ഒന്ന് എന്ത് ചെയ്തു, ഒന്ന് കുറച്ചു. വൈ? ബിക്കോസ് രതീഷിന് പറ്റിയ പോലത്തെ ഒരു അവസ്ഥ വരരുത്, കണ്ടന്റ് തരുന്ന ആളവിടെ നിൽക്കണം എന്നുള്ളൊരു സാധനം കൊണ്ടായിരിക്കും. എന്തായാലും ഓബിയസ്ലി ഈ ആഴ്ച അയാൾക്ക് പോകാൻ വഴിയില്ല, ക്യാപ്റ്റൻ ആയതുകൊണ്ടും. പിന്നെ ഇന്ന് എപ്പിസോഡിൽ കണ്ട വേറൊരു ടാസ്ക് കൊടുത്തല്ലോ, നാളെ പുറത്തിട്ടിട്ട് അതിലൊരാളെ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവയ്ക്കാം. അതിൽ നിന്നും അനീഷിനൊന്ന് സേഫ് ആക്കിയ പോലത്തെ ഒരു പരിപാടി അല്ല, പറയാൻ പറ്റില്ല. ബിഗ് ബോസ് ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അനീഷിന് അവിടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അനീഷിന്റെ കോണ്ടന്റുകളും ആവശ്യമാണ് എന്നുള്ളത് എനിക്ക് ഏറെക്കുറെ ഇന്നത്തെ ഒരു അപ്പൊ എന്താണെങ്കിലും അനീഷ ചെയ്യണുണ്ട്. അനീഷ് എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് അവിടെ പോവും, അനീഷിന്റെ പിന്നാലെ മറ്റേ കൂട്ടം കൂടി വരും, അത് ഓടും. വേറെ സ്ഥലത്ത് കണ്ടെടുക്കുമ്പോ അനീഷ് ഇങ്ങനെ സങ്കടത്തോടെ നോക്കണേ കാണാം. ആറാട്ടെണ്ണം നിക്കണതിന്റെ കണ്ടിട്ട് പോയില്ല. അത് റന ഫാത്തിമയ്ക്ക് മനസ്സിലായി. റന ഫാത്തിമ കൃത്യമായിട്ട് അവിടെ ബാക്കിയുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, എന്തിനാ പോണേ, എന്തിനാ ഈ വള്ളീന്റെ ആവശ്യമില്ലല്ലോ, അതിനെ ഒഴിവാക്കി വിടുന്ന് പറയുന്നുണ്ട്. അവിടെയാണ് റന ഫാത്തിമ ഏജിനേക്കാൾ കൂടുതൽ ഒരു ഗെയിമർ, മെച്ചുവേർഡ് ഗെയിമറായിട്ട് ബിഹേവ് ചെയ്യുന്നത്. സോ അങ്ങനെ ചായക്കപ്പിൽ നിന്ന് രാവിലത്തെ സുപ്രഭാതം ചായക്കപ്പ് അതിന്ന് തുടങ്ങുകയാണ്. ചായക്കപ്പ് ഇന്ന് വേറെ ഉണ്ട്, ചായ അല്ലെങ്കിൽ എല്ലാ സീസണിലും ചായ സീനാണ്. അപ്പോ ഇന്ന് രാവിലെ ഈ ഗുഡ് മോർണിംഗിന്റെ സീൻ ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ ലാംഗ്വേജിന്റെ വിഷയം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സീസണിലും ഇതേപോലെ കണ്ടസ്റ്റൻസ് വരുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഒരുമാതിരി എല്ലാ സീസണിലും ഇങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പൊ നമ്മളെ സീസണിലാണെങ്കിലും ശ്രീതു ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അങ്ങനെ ഓബിയസ്ലി ജാൻമണി. ഇപ്പൊ ലാംഗ്വേജ് ഇഷ്യൂ ഉള്ളവരെ ഇവര് എടുക്കുന്നുണ്ടല്ലോ, മലയാളം വായിക്കുക, എഴുതുക, മലയാളം അറിയുന്നത് മാത്രം അങ്ങനെയൊന്നുമില്ല. അപ്പൊ അത് എല്ലാത്തിലും വരുന്നൊരു റിപ്പീറ്റഡ് കോണ്ടന്റ് ആണ് ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞുള്ള സംഗതി. അതുകൊണ്ടാണ് ആ സംഗതി. ആ സ്ഥലത്ത് അപ്പാനി സ്ഥലത്ത് കയറിയിട്ട് കുറച്ചൊരു ചൊറി ഐഡിയ സാധനങ്ങൾ ഇട്ടിട്ട് അപ്പാനി കുറച്ചൊന്നും ഇങ്ങോട്ട് പൊങ്ങി വന്ന് ആ ഇടയിൽ രാവിലെ തന്നെ അങ്ങോട്ട് സ്ക്രീൻ സ്പേസ് പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നുള്ളത് അനുമോള് ഷാനവാസിന്റെ അതൊരു മാതിരി, സത്യം പറയാലോ, എന്തെന്നാ ചളിഞ്ഞ സാധനമായി പോയി. ഒന്നാമത് ഷാനവാസ് ചളീന്റെ മുകളിൽ ചളി വാരി എറിയും, കുലപുരുഷനാവാനുള്ള ശ്രമമാണ് ഷാനവാസ്. അതായത് ഇടയ്ക്ക് ചില ആട്രിബ്യൂട്ട്സ് ഒക്കെ ഫണ്ടായിട്ട് തോന്നും, അല്ലാത്ത സാധനങ്ങളൊക്കെ ഷാനവാസ് ഒരു ഓവർ ദ ടോപ്പ്. സിനിമയിൽ ഒരു ഓവർ ദ ടോപ്പ് സാധനം ഉണ്ടല്ലോ, സീരിയലുള്ള പോലെ സീരിയലിലേക്ക് ആ മുകളിൽ ഉള്ളൊരു സാധനം വെച്ചിട്ടാണ് ഷാനവാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനുമോള് കൃത്യമായിട്ട് എന്ത് ചെയ്തു, അതിൽ പോയി. അനുമോള് മാത്രല്ല, ആ എൻറ്റയർ ഹൗസിലുള്ളവരെന്നെ അതിനകത്ത് പോയി ചാടി. വലിയ സംഭവം കണ്ട ഒരു സാധനം ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ഇവര് രാവിലെ മുതല്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത്, കോണ്ടന്റ് തപ്പി രാവിലെ മുതൽ ഇറങ്ങുകയാണ്. അതായത് കഴിഞ്ഞ ബിഗ് ബോസ് ഒക്കെ കണ്ടതും അല്ലെങ്കിൽ പുറത്തുനിന്ന് പഠിച്ചു വന്നതുമായിട്ടുള്ള സെറ്റപ്പിൽ ഇവർക്ക് കോണ്ടന്റ് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും. അവിടെയാണെങ്കിൽ റന ഫാത്തിമയൊക്കെ എന്ത് ചെയ്യുന്നത്, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്. ഒനീൽ സാബുവിനെ പോലുള്ളവര് ഒളിച്ചിരിക്കുന്നുണ്ട്. ഒനീൽ സാബു ഒക്കെ കംപ്ലീറ്റ് വാനിഷ് ആണ്, കാണാനേ ഇല്ല. ഇന്ന് മുൻഷീൻ ഒരു വഴിക്ക് കണ്ടിട്ടില്ല, ബിൻസിയൻ ശൈത്യക ഇല്ല, അവരാദ്യം മുതലേ ഇല്ല, ഇപ്പൊ ഒട്ടും ഇല്ല, ശൈത്യ ഒട്ടും ഇല്ല. നോമിനേഷൻ കിട്ടിയത് അത് മാത്രല്ല, മറ്റേ ഇവര് കലാഭവൻ സരിക പിന്നെയുണ്ട്, ശാരിക ഒട്ടുമില്ല. നെവിൻ പിന്നെ ഇന്ന് കുറച്ച് നെവീനെ കണ്ടിട്ടുണ്ട്, നെവിൻ കുറച്ചും കൂടി ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. രേണു കാട്ടുതീ മാതിരി വന്ന അവസാനം മറ്റേ എന്താ പറയാ പുസ് നിറഞ്ഞു പോയ പോലെ ആയിപ്പോയി. ഇന്നിപ്പോ ആ വീടിന്റെ ഒരു വിഷയം എടുത്തിട്ടിട്ട് ഒരു സംസാരം അവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉണ്ടായപ്പോ ഒറ്റപ്പട ചാച്ചജി എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പിന്നെ ഫുഡ് എടുത്ത് പിടിച്ചിരിക്കുന്ന സെറ്റപ്പ് കണ്ടു. അല്ലാതെ രേണു എന്തില്ല, കോണ്ടന്റിന്റെ രീതിക്ക് രേണു വന്നിട്ടില്ല. ബിഗ് ബോസ് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അല്ല, എന്താ പറയാ, ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പൊ ഈ ആഴ്ചയിൽ നോമിനേഷനിൽ ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ കുറച്ച് സ്ക്രീൻ സ്പേസ് കൊടുക്കുക എന്നുള്ളൊരു സാധനം സെറ്റപ്പ് ചെയ്യാറുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം. വാട്ട് എവർ, ഇന്ന് ഷാനവാസിന്റെയും അനുമോളിന്റെയും കഴുത്ത് ഡോക്ടർ അതൊരു സില്ലി സാധനം എന്ന് പറഞ്ഞാൽ പക്ക സില്ലി സാധനം. അതങ്ങനെ കണ്ടിട്ട് ഒരുപാട് അതൊക്കെ ഈ എപ്പിസോഡിൽ കാണിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അനുമോള് കരഞ്ഞോണ്ടായിരിക്കും. മേ ബി അനുമോള് കരഞ്ഞതുകൊണ്ട് അതിനൊരു വാല്യൂ, കണ്ടന്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടാവും അവരത് കാണിച്ചിട്ടുണ്ടാവുക.
അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് തന്നെ രാവിലെ വരെ മോർണിംഗ് ടാസ്കിന് വിളിച്ചിട്ട് ട്രോൾ ചെയ്തിട്ട് എമ്മാതിരി സ്ക്രിപ്റ്റ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾ തന്നെ എല്ലാരും കൂടി ഒരു കാര്യം ചെയ്യുന്ന ഇരുന്നിട്ട് ഈ സാധനം ഫുള്ള് സ്ക്രിപ്റ്റ് ചെയ്യുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങളിട്ട് ചെയ്യുക. അത് മനസ്സിലാവാതെ ഇവരെല്ലാരും കൂടി കയ്യും ഓടിച്ചു. ഇവരെല്ലാരും കൂടി കൂട്ടം കൂടി ഇരുന്നിട്ട് അത് സ്ക്രിപ്റ്റഡ് ആണ് അങ്ങനെയാണെന്ന് ബിഗ് ബോസ് പറഞ്ഞ സമയത്ത് ഇവരെന്തിനാ കൈയടിച്ച് അവർ അപ്രീഷിയേറ്റ് ചെയ്തത് ലൂക്കി വിട്ടതല്ലേ ബിഗ് ബോസ്. ബിഗ് ബോസ് ഇപ്രാവശ്യം ഊക്കല് രസം സംസാര രീതി മാറിയുണ്ട്. അല്ല കുറച്ചും കൂടി ഒന്ന് ഒരു ഇറങ്ങി ഒന്ന് സംസാരിക്കും. ജാട സെറ്റപ്പ് ഇല്ല, ഞാൻ ബിഗ് ബോസ് എന്നുള്ള സെറ്റപ്പ് ഇല്ല, വരുന്നുണ്ട് സാധനങ്ങളൊക്കെ ഇട്ട് സാധനം വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നടന്നത് മൊത്തം പണിപ്പുര ടാസ്കിന്റെ പ്രിപ്പറേഷനും പരിപാടികളാണ്. ഈ പണിപ്പുര എന്ന് പറഞ്ഞ പരിപാടി ആ ഒരു സംഗതി ഇപ്രാവശ്യം അതൊരു നല്ല സാധനം കേട്ടോ. കാരണം ഒന്നാം തരം ഐറ്റമാണ് വെച്ചിട്ടുള്ളത് പണിപ്പുര എന്ന് പറയുന്നത്. അതിൽ ആദിനാനോറിയും അക്ബറുമാണ്. അവർക്കാണെങ്കിൽ പണിയും കിട്ടും, അവർ ബുദ്ധിപരമായി കളിച്ചതുമില്ല. അവര് ശരിക്കും ബുദ്ധിപരമായിട്ട് കളിക്കാന്ന് പറഞ്ഞാൽ 16 സെക്കൻഡ്. കാരണം ഒന്നാമത് അതിനകത്ത് കയറിയ സമയത്തിനെ കുറിച്ചും അന്തല്ല. ഫസ്റ്റ് ടാസ്ക് കിട്ടുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് 16 സെക്കൻഡ് പുറത്തുള്ളവർക്ക് മേ ബി വിളിച്ച് പറയായിരുന്നു ഒരു ഓപ്ഷൻ പോലെ 1 2 3. ഇവർക്ക് അല്ല ഇങ്ങനെ ചെയ്യുന്നു, അതായത് ഒരാൾ പുറത്തേക്ക് ബാക്കി രണ്ടുപേരും കൊണ്ട് സാധനം എടുത്തോണ്ട് അങ്ങനെ ചെയ്തൂടെ? പോയി കൊണ്ട് അല്ല ഒരാൾ പുറത്തേക്ക് മൂന്നാള് കേറി പുറത്തുനിന്ന് 1 2 3 കൗണ്ട് ചെയ്ത് ഓൺ 10 എല്ലാരും തിരിച്ചിറങ്ങണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ അവരെ എല്ലാം കൂടി എടുക്കാനും നോക്കി. അത് മൊത്തത്തില് പാളി. പണിപ്പുര ടാസ്ക് ഇനി വരും ദിവസങ്ങളിൽ കുറച്ചും കൂടി എക്സൈറ്റഡ് ആവും. കുറച്ച് ഡിപ്ലോമാറ്റിക് അല്ലാതെ കുറച്ചും കൂടി സെൽഫിഷ് ആയിട്ടുള്ള. അപ്പൊ അനീഷൊക്കെയാണ് കയറിയതിൽ സെൽഫിഷ് ആയിട്ട് സ്വന്തം സാധനം മാത്രം എടുത്തുകൊണ്ട് അത് എന്തിനാ പറയാ കണ്ടന്റിന് വേണ്ടിട്ട് ചെയ്യും. അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കാനുള്ള വെറുതെ ചുമ്മാ അടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു സാധനമൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പണിപ്പുര ടാസ്ക് അങ്ങനെ ഒരു സൈഡിൽ എനിക്കത് ഇംപ്രസീവ് ആയിട്ട് പണിപ്പുര കോൺസെപ്റ്റ് എന്തായാലും ഇംപ്രസീവ് ആണ്. അടുത്തത് അപ്പാനിയും മിസൈലും തമ്മിലുള്ള അടി. അത് സൂപ്പർ ആയിരുന്നു. അതൊരു ഒന്നൊന്നര ഐറ്റായിരുന്നു. ഞാൻ മിസൈൽ എന്ന് പറയും. ഞങ്ങൾ മിസൈൽ ഫാൻസ് ആർമി ഫ്രം മലപ്പുറം. ഇതിലങ്ങനെ പറയുന്നുണ്ട്, ശരത്ത് പറയുന്നുണ്ട്, അപ്പൻ ശരത്തുണ്ട് മിസൈലും. അതെന്തറിയോ സംഗതി, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹിന്ദി ബിഗ് ബോസിന്റെ ഒരു ഫ്ലേവർ അവർക്കുണ്ട്. ഹിന്ദി ബിഗ് ബോസിനകത്ത് കിട്ടുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ ബുള്ളിങ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സ്ട്രെസ് ഒന്നും ഇതിനകത്ത് അവർക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവർക്ക് വരില്ല. അത് തന്നെ ഇവര് പോയിട്ട് വെറുതെ ഇവരെന്താ പറയാ ഞാൻ ഈ ശ്രദ്ധിച്ചോ അറിയില്ല, അപ്പാനി, അബി, പിന്നെ നമ്മളെ അക്ബർ, ആര്യൻ, ഷാനവാസ് പിന്നെ കൂട്ടത്തിക്കില്ല. ഷാനവാസ് പിന്നെ ഒറ്റയ്ക്കുള്ള ഒരു വേറെന്തോ സെറ്റപ്പാണ്. ഇവരെല്ലാരും പറഞ്ഞു വരുമ്പോ എപ്പോഴും ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് എല്ലാരും പൊളിക്കാൻ നടക്കാന്നാ പറയുന്നത്. കൂട്ടം ഇവര് തമ്മിൽ അടിക്കുന്നത് കാണാനാവും രസം. ഇവരിപ്പൊ എന്താ പറയാ അവര് പോലും അറിയാതെ അവരെങ്ങനെ ഒരു അവിടുത്തെ മെയിൽ ഗ്യാങ് എന്ന് പറഞ്ഞിട്ടാണ് അവര് പോകുന്നത്. തമ്മിലടി ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര രസമായിരിക്കും. സാധാരണ ഇങ്ങനത്തെ ഒരു മെയിൽ ഗ്യാങ് ഒക്കെ എനിക്ക് തോന്നുന്നു ഷോന്റെ പകുതി ആകുമ്പോഴാണ് ഫോം ചെയ്യാറ്. ഇതിപ്പോ അങ്ങനെ തുടക്കത്തില് അവര് ഒരു സാധനം പൊളിക്കാൻ നടക്കണം, അതിന്റെ സെറ്റപ്പിൽ അങ്ങനെ പോകുന്നു. അനുമോളെ പൊളിക്കാൻ പോയിട്ട് അനുമോള് പൊളിഞ്ഞപ്പോ എന്നാ പിടിച്ചോ ഗിസൈൽ എന്ന് പറഞ്ഞ് പോയതാണ്. മിസൈല് അടിച്ചു പരത്തി കൈ അവരെന്നെ പറഞ്ഞു ഗിസൈല് പുറത്തേക്ക് പൊളിച്ചാല് ഫണ്ണി സാധനം അവര് പോയി ഗിസൈൽ അവർ വിചാരിച്ചല്ല. ഗിസൈൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് അല്ല അതിന് വേറെ കാര്യമുണ്ട്. ഗിസൈലിന്റെ എക്സ്പീരിയൻസ് എവിടെയാ കണ്ടറിയോ? ഒരു കാറ്റ് ഫൈറ്റ് അനുമോളും ഗിസൈലും തമ്മിൽ ഓൾറെഡി അതിനകത്ത് ഇങ്ങനെ പൊളിഞ്ഞ് ആ ടോയ്ലറ്റ് ഇഷ്യൂല് ആ സാധനത്തിന് മുകളിൽ ഇങ്ങനെ പൊളിഞ്ഞു വന്ന് ഈ സാധനം വന്നിട്ട് ഈ ചൂലോണ്ട് അടിച്ചു വരുന്ന ആ സ്ഥലത്തെത്തിയപ്പോ ഗിസൈലെ എക്സ്പീരിയൻസ് കാണിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് അവിടെ മാറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളെ ഫ്ലോർ മൊത്തം മാറ്റ് ആയിരിക്കും. ഈ മാറ്റ് അവര് വേണം വെക്കുന്ന, കാരണം അതിനകത്തുനിന്ന് നമുക്ക് ചൂലോണ്ട് അടിച്ചു വരെ പോലെ ആ ചൂലല്ലോ ഉപയോഗിക്കണം. വാക്വം ക്ലീനർ ആണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് പറയും വാക്വം ചെയ്യണം, അല്ലെങ്കിൽ പൊടി പോവില്ല. നമ്മളെന്തായാലും കള്ളപ്പണി എടുക്കും. നമ്മളെ കൊണ്ട് എന്തായാലും ഫുള്ള് പണി എടുക്കാൻ പറ്റില്ല. ഇപ്പൊ കള്ളപ്പണി പ്രത്യേകിച്ച് ഞാൻ കയറിയത് മുതൽ ഞാൻ ഇതായിരുന്നു, തൂപ്പ് ടീമിലായിരുന്നു. ഞാന് അബി നന്ദന ഞങ്ങളെ മെയിൻ പരിപാടി തൂക്കലായിരുന്നു. നമ്മള് ഒന്ന് കള്ളപ്പണി എടുക്കും, അവിടെ ചളിയൊക്കെ അതേപോലെ കിടക്കും. പിന്നെ ഈ ബിഗ് ബോസിന്റെ ടീം ഇനിയിപ്പോ ഒന്നും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ലൈൻസ് താത്തിയിട്ട് നമ്മളെയൊക്കെ പുറത്ത് എടുത്തിട്ട് അവരൊന്ന് ക്ലീൻ ആക്കും. ലാലേട്ടൻ വരുന്ന ദിവസം എല്ലാം ഒന്ന് കറക്റ്റ് ആവേണ്ടി അവര് ക്ലീൻ ആക്കും. ഗിസൈലിന് ഇത് അറിയാം. ഗിസൈൽ കൃത്യമായിട്ട് അത് എങ്ങനെ അടിച്ചു, നിലത്തിരുന്നാണ് അത് അടിച്ചു വരുന്നത്. അവർ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ സാധനം കറക്റ്റ് ആയിരിക്കും പറഞ്ഞു കൊടുത്ത്. അങ്ങനെ എന്തായി ആ സാധനം ഉണ്ട്. നല്ല രസമായിട്ട് അത് അടിപൊളിയായിട്ട് ഗിസൈൽ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തു.
പിന്നെ ഈ പറഞ്ഞ ടാസ്കിന്റെ പരിപാടികൾ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് പൊട്ടിച്ചീഞ്ഞ് കണ്ടാറടങ്ങിയപ്പോഴാണ് ബിൻസി കടന്നുറങ്ങുന്നത്. ബിൻസിക്ക് ഒരു കണ്ടന്റ് ഒന്ന് കിട്ടിയത് ഉറക്കക്കണ്ടത്. അതായത് നായനെ കൊണ്ട് ആദ്യം കുരപ്പിച്ച ബിൻസി എന്നുള്ളൊരു സാധനം മാത്രമാണ് ബിൻസിക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ബിൻസിനെ കണ്ടിട്ടില്ല, ബിൻസി എങ്ങനെയാന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നല്ല ശബ്ദമാണ് ബിൻസിന്റെ, ആ ഒരു ആർജന്റ് ആ ഒരു സാധനം ഉണ്ട്, ബട്ട് ബിൻസി ഇല്ല. പിന്നെ നെവീൻ നെവീൻ ഇന്ന് ആരെ പെട്ടിയെന്ന് എനിക്കറിയില്ല, ഞാൻ ആ പോർഷൻ ലൈവില് കണ്ടില്ല. നെവീൻ ഒരു പെട്ടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ നെവീൻ എന്തെങ്കിലും സീക്രട്ട് ടാസ്ക് കിട്ടിയോന്ന് എനിക്ക് അറിയാൻ പാടില്ല. നെവീൻ എന്തോ ഒരു ഐറ്റംസ് ഒപ്പിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഷാനവാസ് കയറി. ആവിയോ കഴിച്ച് പോകുന്നുണ്ട്. അത് കണ്ട് ബിന്നി കയറി വന്നു. അപ്പൊ അങ്ങനെ നെവീൻ എന്തോ ഒന്ന് ഒപ്പിക്കാൻ നോക്കിയതാണ്. അത് എന്താന്നുള്ളത് ഇനി ലാലേട്ടൻ വരുമ്പോഴായിരിക്കും മിക്കവാറും അത് എന്താ വിഷയം എന്നുള്ളത് ചോദിക്കുക. എന്താന്നുള്ളത് പിടുത്തല്ല. അതുകൊണ്ട് പിന്നെ നെവീന്റെ മറ്റേ യൂണിഫോമിന്റെ വിഷയം രേണു സുധീനോട് ഇരുന്ന് കരയണൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റോർ റൂമിൽ സാധനം വന്നപ്പോ കുട്ടികൾക്ക് മറ്റേ യൂണിഫോം നെവീന്റെ ഒരു ഫ്ലേവർ വരാനുണ്ട്. ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത് ഇവരെന്താ ഇങ്ങനെ, ഇവൻ അങ്ങനെ അല്ലല്ലോ, ഇവൻ എന്താ വരാത്ത ഫീലിംഗ് ആയിരുന്നു നമുക്ക്. ഇന്ന് കുറച്ചൊക്കെ കണ്ടു തുടങ്ങി. ഇന്ന് മറ്റേതിലും പറയണ്ടല്ലോ എന്റർടൈനർ ആണ്. അതെ, ആള് വരണം, പുറത്ത് വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും നെവീൻ. അങ്ങനെ നെവീന്റെ കുറച്ച് ഫ്ലേവർ ഇങ്ങനെ നെവീൻ കാണിച്ചു തുടങ്ങി. അതിനിടയിൽ വീണ്ടും ഷാനവാസ് ഈ ഗിസൈലിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് മിസൈലിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷാനവാസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ കണ്ണു കൂടി നോക്കുന്ന സമയത്ത് ഷാനവാസിന് അങ്ങനെ ഡ്രസ്സ് ഇട്ട ഒരാളെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് ഷാനവാസിന്റെ വിഷയമാണ്. അല്ലാതെ ഷാനവാസ് എങ്ങനെ ഈ കേരളത്തിലുള്ള മൊത്തം ആളുകൾ എൻടോസ് ചെയ്ത് സംസാരിക്കുന്നത് എങ്ങനെ. എന്നിട്ട് ഇത് പറയുന്നത് കേട്ടപ്പോൾ ആദില അതിനകത്ത് ഈ ആദിലേനെ എനിക്ക് മനസ്സിലാവണില്ല. ആദില നോറ അവര് രണ്ടുപേര് നിൽക്കുമ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ആദിലാണ് കുറച്ചും കൂടി എക്സ്പ്രസീവ് പുറത്ത്, അല്ലെങ്കിൽ കുറച്ചും കൂടി സംസാരിക്കുന്നതും കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതൊക്കെ ആദിലാണെന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ ബിഗ് ബോസ് അകത്ത് കയറിയതോടുകൂടി നേരെ ഉൾട്ടേ. നൂറ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ടോക്കറ്റീവാണ് എല്ലാം. ആദില ഭയങ്കരമായിട്ട് സൈഡായി പോയി. ആദില ഷാനവാസ് പറയുന്നത് കേട്ടിട്ട് ശരിയാട്ടാ. പക്ഷെ ഇന്നലെ രാത്രി പറയണ്ടല്ലോ, ആദിലും നൂറയും കൂടി സംസാരിച്ച് പറയണ്ടായിരുന്നു. ആ നോമിനേഷൻ കൊടുത്തപ്പോ വസ്ത്രധാരണം പറഞ്ഞപ്പോ ഞാനും നൂറയും കൂടി സംസാരിച്ചാണ് ഇത് ആരാ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, അതൊക്കെ വേറെ ആരാ ചോദ്യം ചെയ്യാൻ സംസാരിച്ചില്ല. പക്ഷെ ഒരുമാതിരി മറ്റേ പ്രോപ്പർ മലയാളികൾക്ക് ഇതാ പറ്റുള്ളൂ. അങ്ങനെ മലയാളികളുടെ ചിന്താഗതിയൊക്കെ എന്നോ മാറിയിരിക്കുന്നു. അല്ല, ഇത് കാണാനാണല്ലോ ഇപ്പൊ ഏറ്റവും ഞാൻ പറഞ്ഞില്ല, ഗിസൈലിന് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഫാൻസോ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗിസൈലിന്റെ ആ ഒരു വേ ഓഫ് ഡ്രസ്സിങ്, അവരുടെ നടത്തം, അവരുടെ അതായത് മലയാളികൾ കണ്ടുവരുന്ന യൂഷ്വൽ പാറ്റേൺ മാറി കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമാണ്. അതിനിപ്പോ എന്താ തെറ്റ്? അതിന് തെറ്റും എനിക്ക് തോന്നുന്നില്ല. കൺവെൻഷണൽ രീതികൾ പൊളിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ സ്ഥിരം പരിപാടി. സോ അതിന് വേണ്ടിട്ട് തന്നെയാണ് അവരെന്ത് ചെയ്തത്, ഹിന്ദി ബിഗ് ബോസിന് ഇവരങ്ങോട്ട് പ്ലാൻ ചെയ്തത്. സോ അതൊക്കെ ഷാനവാസ് പോകെ ഇനി കണ്ടോ ചിലപ്പോ ഈ ട്രാക്കൊക്കെ മാറിയിട്ട് വെറും കുല ട്രാക്കിംഗ് അല്ല, ഇത് ചിലപ്പോ ഹിറ്റായോ എന്ന് എന്തെങ്കിലും തോന്നുന്നു ചിലപ്പോ വിചാരിക്കണ്ടോ, എന്നിട്ട് പിന്നെ അതിനെ പിടിച്ചപ്പോ നടക്കണ്ടാവും ഈ സാധനം വെച്ചിട്ട്. ഭയങ്കര ശോകരവസ്ഥയാണ് ഷാനവാസിന്റെത്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഈ കാറ്റ് ഫൈറ്റ് വീണ്ടും തുടങ്ങി. ചായന്റെ മുകളിൽ അവരെന്നെ പറഞ്ഞ് തീർക്കും ചെയ്തു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ ആണ്, വേറൊന്നുമല്ല. ജസ്റ്റ് ഈഗോന്റെ മുകളിലുള്ള പരിപാടികളാണ്. ചായ കുടിക്കാതെ ഇവള് പറയണത് എന്റെ ചായ ഇഷ്ടമല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടാസ്ക് വന്നു, പുകഞ്ഞ ഉള്ളി പുറത്തില്. എനിക്ക് തോന്നിയത് റന ഫാത്തിമ എഗെയിൻ സ്കോർഡ്. അവര് കൃത്യമായിട്ട് റീസൺ പറഞ്ഞ ആളുകളെ നോമിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആര്യം വളരെ പിൻ പോയിന്റ് ആയിട്ടാണ് എന്ത് പറഞ്ഞത്, റീസൺ പറഞ്ഞത്. അത് എസ്പെഷ്യലി കലാഭവൻ സരികേനെ പറഞ്ഞ റീസണൊക്കെ പക്കയാണ്, കറക്റ്റായിട്ട് പറയാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നെവീൻ വീണ്ടും, ഞാൻ പറഞ്ഞല്ലോ നെവീൻ ഇന്ന് കുറച്ചധികം സ്പേസ് കിട്ടി. നെവീൻ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നെവീൻ പറഞ്ഞ കുറച്ച് പോയിന്റുകളുണ്ട്. അത് റന ഫാത്തിമേനെ ആണെങ്കിലും നെവീൻ വെച്ച പോയിന്റുകൾ കുറച്ച് ഓക്കെയാണ്. ഇതും പറഞ്ഞല്ലേ ടാസ്ക് കളിക്കുന്നില്ല, ഞാൻ എന്റർടൈനർ ആണ്. അത് ആ സംഭവം നല്ല രസമുണ്ടായിരുന്നു. എന്റർടൈനർ നന്നായിട്ട് പറഞ്ഞോടാ. ഇതിനിടയിൽ ഈ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ നെവീന്റെ നടത്തവും നെവീന്റെ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ്, പിന്നെ മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസ് ഭയങ്കരമായിട്ട് അതെന്ത് ചെയ്യും, മിസ്ലീഡ് ചെയ്യുന്ന പോലെ അടുത്ത കണ്ടസ്റ്റന്റിൽ എത്തുന്നു പറഞ്ഞില്ലേ. ഷാനവാസ് അത് ചെയ്തിട്ടുണ്ട്. ഷാനവാസ് എന്ത് നെവീനെ ഒന്ന് അനുകരിച്ച് കാണിക്കലും അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ പരിപാടികൾ നടന്നിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് നെവീൻ നിന്നാൽ
നിന്നാ നെവിന് കണ്ടന്റ് കിട്ടും, നെവിന് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. നല്ല സംസാരിക്കണം, നിക്കണം. നെവിൻ ഞാൻ പറയുമ്പോൾ മുൻഷിയേക്കാൾ കൂടുതൽ നിൽക്കേണ്ട ഒരു വ്യക്തി നെവിനാണ്. കാരണം നെവിന് നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഫ്ലേവർ കിട്ടും, നല്ല എന്റർടൈനർ ഫ്ലേവർ എന്തായാലും കിട്ടും. അതൊന്നും മുൻഷിന്റെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, മുൻഷിന്റെ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ പിന്നെ അനീഷിന് ഊക്കി വിട്ടു ബിഗ് ബോസ്. ഇവിടെ വന്ന് ഉപദേശം എടുത്തിട്ട് പോടേന്ന് എല്ലാരും കൈയടിക്കും ചെയ്തു. അതെ. പിന്നെ ആ ടാസ്ക് തുടങ്ങിയപ്പോഴത്തേക്കും ഷാനവാസ് പിന്നെ കിടന്നു തുടങ്ങി. ഷാനവാസ് അവിടെയും കിടന്നുറങ്ങി. ഷാനവാസിനെ മിക്കവാറും ഇവരെല്ലാവരും കൂടി എടുത്തുകൊണ്ട് പോയിട്ട് പുറത്ത് വെക്കുമെന്ന് പറയാൻ പാടില്ല. കാരണം ആ ടാസ്കില് ഗിസൈലിന്റെ ഒരു ക്വാളിറ്റി ആണ് കേട്ടോ. അത് ഹിന്ദി ബിഗ് ബോസ് കഴിഞ്ഞ് വന്നതിന്റെ ഒരു ക്വാളിറ്റി അതാണ്. അവർക്ക് ടാസ്ക് വരുമ്പോൾ ടാസ്ക് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട്. മനസ്സിലായോ? നമുക്ക് അങ്ങനെ നോക്കൊന്നും വേണ്ട, ടാസ്ക് ആയിട്ട് നോക്കും. ഒരാളെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം. ഷാനവാസ് അവിടെയും കൺവിൻസ് ചെയ്യാനാ നോക്കണത്. നമ്മള് നാലാളും ഒരു കെട്ടാവാം, അവര് വല്ലതും ചെയ്യാൻ വന്നാൽ നമുക്കത് ഒരു കോംപ്രമൈസ് സാധനത്തിന് പിടിക്കുമ്പോ ഗിസൈൽ ഇല്ല, പരിപാടിക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗിസൈൽ അത് ടാസ്ക് ആയിട്ട് തന്നെ പോരാൻ വേണ്ടി നോക്കുന്നുണ്ട്. എല്ലാവരോടും പറയണ്ട, മറ്റേ എല്ലാവരും നോമിനേഷൻ ചെയ്യുമ്പോൾ ആക്റ്റീവ് അല്ല, ടാസ്ക് കളിക്കില്ല. ഇതന്നെയാണ് ഇന്ന് 4 ആളെ നോമിനേറ്റ് ചെയ്ത സമയത്തും അത് പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദില നോറേന്റെ രണ്ടുപേരും തമ്മിലുള്ള ഒരു ടോക്ക് ഉണ്ടായിരുന്നു കൗച്ചിലിരുന്നിട്ട്. നൂറ കൃത്യമായിട്ട് ആദിലക്ക് എന്ത് സംഭവിക്കണം എന്നുള്ള ആദിലനോട് പറഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങനെയല്ല ബേബി, നീ വളരെയധികം ഇങ്ങനെ സൈഡ് ലൈൻ ആയി പോകുന്നുണ്ട്, നീ കുറച്ചും കൂടി എക്സ്പ്രസീവ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ കൃത്യമായിട്ട് ആദിലേക്ക് കാര്യങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എനിക്കറിയില്ല ആദില അതങ്ങനെയാണ്. ചില മനുഷ്യന്മാർക്ക് അതിനകത്ത് ആയതായിരിക്കാം. ബട്ട് നൂറ അത് കൺവേ ചെയ്തു ആദിലനോട്. നൂറ ഭയങ്കര ഒരു സ്മാർട്ട് ഗേൾ ആണ്. നൂറ തട്ടി ഇടിച്ചിടിച്ച് നിൽക്കുന്നത്. നൂറ പ്രശ്നം ആദില പോയാലും നൂറ പോവും. ഇൻഡിപെൻഡന്റ് രണ്ടാളും ഒരാളായിട്ടല്ല നിൽക്കുന്നത്. അതുകൊണ്ട് നൂറയ്ക്ക് അത്യാവശ്യമാണ് ആദിൽ എന്ത് ചെയ്യുക, കയറി വരിക എന്നുള്ളത് നൂറേന്റെ കൂടി ആവശ്യമായതുകൊണ്ട് നൂറ അത് പറഞ്ഞതില്ല. കാരണം എന്താ പറയുക, അതില്ല, അത് പറഞ്ഞില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ കുറെ ആൾക്കാർ നിൽക്കുന്നു. അനീഷൊക്കെ ഒരു തക്കം കിട്ടാൻ നിൽക്കണം അതിനിടയിൽ കയറിയിട്ട് ചാടിക്കേറി പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അക്ബറും ഈ പറഞ്ഞ പോലെ കുറച്ച് ആക്റ്റീവാണ്. അക്ബർ കൊള്ളാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് ഗിസേൽ നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട്. വേ ഓഫ് ടോക്കിംഗ് നല്ല രസമുണ്ട്. മലയാളം ഒരു രസമുണ്ട്. എനിക്ക് നന്നായിട്ട് മലയാളം അറിയാന്നൊക്കെ പറഞ്ഞത്. ഇന്നത്തെ എപ്പിസോഡ് മിസൈൽ അടിച്ചു മാറ്റി. മിസൈലിന്റെ കൂടെ തന്നെ ഒരു പരിധി വരെ ഇല്ല, അങ്ങനെ പരിധി വരെ ഞാൻ പറയുന്നില്ല. അനുമോളും കണ്ടന്റിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. ഇത് കരച്ചിൽ നാടകമാണെങ്കിലും പോയി അല്ല, എന്താണ് നിന്ന് പോയാ കുറച്ചേരം നിന്നല്ലോടി ആ സ്ക്രീനിൽ ആ സാധനം. ചളിപ്പ് സാധനം എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഇടയ്ക്ക് എക്സ്ട്രീം വെറുപ്പിക്കലാണ്. ഇടയ്ക്ക് ഇവന്റെ എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ട് കാണുമ്പോ നമുക്ക് അല്ല, അതെന്തറിയോ, ഷാനവാസ് തമാശ പറഞ്ഞാൽ എനിക്ക് തോന്നിയത് അപ്പോഴേക്കും അനുമോൾ വിചാരിച്ചു ഇത് പുറത്തേക്ക് കൺവേ ചെയ്യുന്ന രീതി വേറെ രീതിയിലാവും, ഡോക്ടർമാരൊക്കെ ഇളകി വരും എന്നുള്ള തോന്നൽ അനുമോളിന് വന്നു. അപ്പോഴാണ് അവള് കരഞ്ഞത്. അതുണ്ടായത് സത്യം പറഞ്ഞാൽ. നെഗറ്റീവ് ആവോ അടിക്കുന്നു വിചാരിച്ചിട്ട് ഭയങ്കര ഇതായി പോയി. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞവര് നിർത്തിയിട്ടുണ്ടെങ്കിൽ ലൈവിൽ അനുമോള് രേണുവിനെ കയറി ചൊറിഞ്ഞ് വീടിന്റെ കാര്യം പറയാം. അപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് അത് പുറത്തുനിന്നുള്ള കാര്യമല്ലേ, അത് പറയാൻ പാടില്ല. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനുമോള് ഇന്നലെ രേണുവിനെ മാറ്റി വെച്ചിട്ട് തെറി പറഞ്ഞില്ലേ പറഞ്ഞു പറഞ്ഞു അത് പുറത്ത് കേൾക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ ബിഗ് ബോസിന്റെ ലൈവ് ആണെങ്കിലും, ലൈവ് എസ്പെഷ്യലി ലൈവ് ആണെങ്കിൽ എസ്പെഷ്യലി ലൈവ് ഇത് ഡെയിലി എപ്പിസോഡ്സ് അടിപൊളിയാ. ലൈവിൽ കുറേ ഫ്ലോസ് ഉണ്ട്. ക്യാമറ ആംഗിള്, സൗണ്ട്, എഡിറ്റിങ്ങിന്റെ സൈഡിൽ കുറെ സാധനങ്ങൾ കട്ട് ചെയ്യാതെ അവര് ഓഡിറ്റ് ചെയ്യാതെ വിടുന്നുണ്ട്. പുതിയ ആൾക്കാരെ വെച്ച് തോന്നുന്നു. എനിക്ക് അങ്ങനത്തെ സീനുകൾ ഉണ്ട്. അപ്പൊ അത് ചേഞ്ച് ആവും, നന്നായിട്ട് അത് മാറി വരും. കാരണം ഒരു കുറച്ച് ടൈം ഉണ്ട്. കാരണം പുതിയ വീടാണ്, ഓൾറെഡി കുറെ അതിൻ്റെതായിട്ടുള്ള സീനുകൾ കാണുമായിരിക്കണം. മേ ബി അതുകൊണ്ട് വന്നൊരു ഫ്ലോ ആയിരിക്കണം ഈ സാധനങ്ങൾ. സാധാരണ രീതിയിൽ തെറിയൊക്കെ മ്യൂട്ട് ചെയ്തും കട്ട് ചെയ്തും ക്ലിപ്പ് ചെയ്തിട്ടൊക്കെയാണ് പോരാറ്. അതുപോലെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ പറയരുത് എന്നുള്ളത് വാർണിംഗ് എനിക്കറിയാലോ, എനിക്ക് കുറെ കിട്ടിയതാണ്. അപ്പൊ കേറിയപ്പോന്നല്ല, എനിക്ക് കഴിയണ വരെ എന്നോട് ബിഗ് ബോസ് പറയൽ തന്നെയായിരുന്നു. ഞാൻ പുറത്തുള്ള സിനിമാക്കാതിരുന്ന് പറയും. എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് പുറത്തെ കാര്യം പറയരുത്. അപ്പൊ
ഇവിടെ എന്ന് പറഞ്ഞാൽ രേണുവിന് അതൊരു കണ്ടന്റ് ഇട്ട് കൊടുത്തിട്ട് രേണു എക്സ്പ്ലോർ ചെയ്യുമോ എന്നുള്ളത് ബിഗ് ബോസ് കൂടി നോക്കി. പക്ഷെ രേണു അവിടെയും രേണുവിനെ പഠിപ്പിച്ചു വിട്ട യൂണിവേഴ്സിറ്റി സ്കൂൾ ഏതാന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ലോ. രേണുവിന്റെ നല്ല ബുദ്ധിപരമായിട്ട് ചെയ്തിട്ടുണ്ട്. ബുദ്ധിപരമായിട്ടല്ല, രേണു മണ്ടത്തര കാണിക്കുന്നത്. രേണു ഇപ്പൊ പറ്റ മിണ്ടാതിരിക്കുക. രേണു വാസ് എക്സ്പെക്ടഡ് ടു ബി എന്താ പറയാ ആദ്യത്തെ തിരി കൊളത്തിയ ബോംബ് എന്നാണ്. ഉറപ്പിച്ചു വെച്ചോ, എനിക്ക് തോന്നുന്നില്ല രേണു ചിലപ്പോ എവിടെയെങ്കിലും ചീനി പൊട്ടിത്തെറിക്കും. വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഇങ്ങനെ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും എല്ലാരും ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറഞ്ഞതാവും. പുറത്തെ കാര്യം പറഞ്ഞാലും മിണ്ടരുതെന്ന് പറയാനോ ഇപ്പൊ, കാരണം അങ്ങനെ ആവുമ്പോഴല്ലേ പുറത്തെ കുറെ എന്തെങ്കിലും ബാക്കിയുള്ളവർ കയറാൻ തുടങ്ങിയില്ല. ഇപ്പൊ ഗിസയില് കയറി വന്നു, അനുമോള് ഒരു പരിധി വരെ പോകുന്നുണ്ട്. റന ഫാത്തിമ ആദ്യം മുതലേ ഉണ്ട് അവിടെ. അല്ലാത്ത സ്ത്രീകളിൽ ഫൈനൽ എന്തായാലും എഡിറ്റർ അവസാനത്തെ എഡിറ്റർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടാണല്ലോ നമുക്ക് കാണിച്ചു തരാം. അതൊക്കെ എല്ലാം അവരുടെ കയ്യിലിരിക്കും. അല്ലാതെ അവരെന്ത് കളിച്ചാലും അവരെന്ത് കളിച്ചില്ലെങ്കിലും എഡിറ്റർ തീരുമാനിക്കും, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ തീരുമാനിക്കും എന്താ പറയാ എന്താണ് പുറത്ത് കാണുന്നത്, നമ്മൾ എന്ത് കാണണം. എന്നിട്ട് നിങ്ങൾ തന്നെ അയാളെ ആൾക്കാരെ വിജയിപ്പിക്കാനുള്ള സകല സാധനം പ്രേക്ഷകർക്ക് ഇട്ട് തരും. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് വാസ് ഫണ്ണായിരുന്നു. ഭാഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് കുറച്ച് എന്താ പറയാ ഫാഷനബിൾ ആയിട്ട് നടക്കണം തോന്നുന്നു ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗിസേൽ ഒരു നല്ല ഇതാണ്, നല്ല രസമായിട്ട് കണ്ടിരിക്കും. ഇവിടെ സ്ത്രീകൾ കൂടുതൽ ഗിസേലിനെ കാണുന്ന ഞാൻ പറയുന്നത്. അല്ലാതെ ഈ ഷാനവാസ് പറയുന്ന മണ്ടത്തരം പോലെ ട്രൗസർ ഇട്ട് കിടന്നാലോ വസ്ത്രത്തിന്റെ അളവ് കുറഞ്ഞാലോ അങ്ങോട്ട് മലയാളി സമൂഹം മൊത്തം ഇടിച്ച് തള്ളി വിടുന്നു. ഇവൻ എന്റെ ഭാര്യ ചാക്കി കിട്ടിയാണോ മനസ്സിൽ എനിക്ക് അറിയാൻ പാടില്ലേണ്ടി ഇവന്റെ കണ്ണിനാണ് പ്രശ്നം. മലപ്പുറക്കാരാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഷാനവാസ് ആ പറയുന്നത് എന്റെ തരത്തിനൊന്നും ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റില്ല. അത് എൻഡോസ് ചെയ്യുന്ന പരിപാടി ഒന്നും നിന്നെ കൊണ്ട് നടക്കുന്നില്ല. കാരണം പറഞ്ഞോട്ടെ, ഓന്റെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞോട്ടെ, അല്ല നാട്ടുകാരെല്ലാരും മലയാളി സമൂഹം മൊത്തം എന്ന് പറയാൻ മലയാളി സമൂഹം മൊത്തത്തിൽ ഇവൻ മലയാള സമൂഹത്തിന്റെ തന്തിയൊന്നുമല്ലോ. അങ്ങനെ ഒരു പേര് പറഞ്ഞിട്ട് ഇതുവരെ ആരും പുറത്തായിട്ടില്ല, ഉണ്ടായിട്ടില്ല. ചുമ്മാ വെറുതെ വരട്ട സാധനം അടിക്കുക. അല്ല ഇതേ സംഭവമാണ് മറ്റേ തേർഡ് സീസണില് ഡിംബലിനെ അന്നെന്ത് പറഞ്ഞപ്പോ ഡ്രസ്സിന്റെ ഡിംബിൾ എന്റെ ഡ്രസ് എന്റെ റൂൾ എന്നിട്ട് ആട്ടി വിട്ടു. അതിന് ഡിംബിളിന് നല്ല ഭയങ്കര സീനായിരുന്നു. എന്നിട്ട് അവള് ജിൻഡോ പോയിട്ട് ശരണ്യനെ പോയി പറഞ്ഞു. ശരണ്യ നല്ലോം കൊടുത്തു, ശരണ്യ പച്ചക്ക് കൊടുത്തു വിട്ടു. ആ സാധനം പുറത്തൊന്നും അറിയില്ല, പോൾ സൈഡ് ശരണ്യ നല്ല കൊടുത്തല് നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ശരണ്യ. പക്ഷെ അന്ന് ഡിംബിൾ ഒന്ന് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ഡിംബിൾ എന്താ അവസാനം വരുന്നില്ലേ, അത്രേ ഉള്ളൂ. അതൊക്കെ ഗെയിം പെർഫോമൻസ് വെച്ചിട്ടാണ് എല്ലാവരും വോട്ടിംഗ് ഒക്കെ നടത്തുക. അല്ല ഡ്രസ് വെച്ചിട്ടാണ് ഇയാൾ ഡ്രസ് മോശമാണ്. ഇന്നത്തെ എപ്പിസോഡില് പറ്റ സൈഡ് ലൈൻ ആയി പോയത് രേണു, കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. സരിക, ശാരിക, ബിൻസി, ശൈത്യ ഇല്ല പോട്ടെ. പിന്നുള്ളത് അബിന്ന് പറ്റില്ല, കണ്ടിട്ടേ ഇല്ല. കൊറേ എനിക്ക് തോന്നുന്നില്ല കമന്റ്സിലാണെങ്കിൽ ഞാൻ കണ്ടു അഭിലാഷ് പിന്നെയും കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയാ മനഃപൂർവ്വം ഇട്ട് വെറുപ്പിക്കുന്ന പോലെ രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പൊ മറ്റോ വെറുപ്പിക്കണ്ടല്ലോ ആര്, അനീഷ്. അത് ഓൾറെഡി ഉണ്ട്. അപ്പൊ നിങ്ങള് ഇതും വെറുപ്പിക്കലായിട്ട് തോന്നുന്ന എന്തായാലും കണ്ടന്റ് ആണല്ലോ, കണ്ടന്റ് ആണ്, അത്രേ ഉള്ളൂ. മറ്റേത് ഇയാള് മറ്റേ മുൻഷിനെ പോലെ ഒന്നല്ലല്ലോ, മുൻഷി ഒന്നുമില്ല, മുൻഷിയൊക്കെ പറ്റപ്പോയിരിക്കുകയാണ്. എന്റെ വർത്താനം കിട്ടുന്ന എനിക്ക് എന്താ രണ്ടച്ഛനും രണ്ടമ്മയാണ് പറഞ്ഞത്, അതോടെ ആൾക്ക് മതിയായി. പിന്നെ അതിൽ ഇതിലൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ശൈത്യ പറഞ്ഞത്. ശൈത്യ റെനേനെ നോമിനേറ്റ് എന്താ വെച്ചാല് മറ്റേ അച്ഛനെ എന്താ അതൊക്കെ അവരുടെ പേഴ്സണൽ അച്ഛനെ പോലെ ശൈത്യക്ക് സ്റ്റാൻഡ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ശൈത്യ വന്നിട്ട് ഇന്ന് ബിന്നിനെ പറഞ്ഞത് കേട്ടോ, ഞാൻ അവളോട് എക്സ്പ്ലെയിൻ ചെയ്തു പറയാൻ പോയപ്പോ അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടൊക്കെയാണ് അവിടെ നോമിനേഷൻ. ആ കാരണം കൊണ്ട് ഇവരെ വോട്ട് ഇതാക്കാന്ന് പറഞ്ഞിട്ട് അതിൽ അപ്പാനി രവി വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ അപ്പാനി രവി ആ ഒരു ഇമേജിൽ ഇരിക്കുന്നു വിചാരിച്ച ഇല്ല. അപ്പാനി രവി തോട്ട ഫാൻസിന് ഉണ്ടാക്കുന്നുണ്ട്. നീ ഇവിടെ ഹോൾസെയിലും ചെയ്യില്ല റീറ്റെയിലും ചെയ്യില്ല ഉള്ള സാധനം ചിലപ്പോ അപ്പാനി അടിക്കും. അതാണ് എല്ലാവർക്കും കാണേണ്ടത് സത്യം പറഞ്ഞാൽ. ഞാൻ വേറൊരു കാര്യം വീണ്ടും പ്രേക്ഷകരോട് പറയുന്നു, മാസോ തീപ്പൊരി മറ്റേ ഡയലോഗോ ഇടിച്ചുപൊളിയോ ഈ സംഗതിയും ഒരു സൈഡാണ് ബിഗ് ബോസിന്റെ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇതിൽ ഒന്നും കൂടി ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്യാരക്ടേഴ്സ് അല്ലേ. ഇപ്പൊ അക്ബർ ഈസ് എ വെരി ഗുഡ് ക്യാരക്ടർ, നല്ല ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സിനാണ്. ഞാൻ അവിടെയാണ് ഒനീലിനെയൊക്കെ മിസ് ചെയ്യുന്നത്. ഒനീൽ സാബു ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചത് ഇത് കിച്ചണിലേ ആയിപ്പോയി. ഒനീൽ സാബു എപ്പോ നോക്കിയാലും കിച്ചണിൽ തന്നെ ഇരുന്നുകൊണ്ടിരിക്കുന്നു. ഒനീൽ സാബുവിന് വേറെ കാര്യമുണ്ട്. ഒനീൽ സാബു സത്യത്തില് ഒളിച്ചു പോവാണ് ഇതിനുള്ളിൽ. സേഫ് ഗെയിം കളിക്കുന്നതിൽ ഇപ്പൊ നമ്പർ 1 ഒനീൽ സാബു എന്ന് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത്. ഒനീല് ആരും ഒനീലിനെ മൈൻഡ് ചെയ്യുന്നില്ല.
കണ്ടസ്റ്റൻസ് ആരും നോക്കുന്നില്ല. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ്. ഒനീലിനെ ആരും എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ 2 ആഴ്ച ഒനീലിന് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞാൽ പുറത്ത് വന്നേ പറ്റും. വേറെ രസം മറ്റേ കരഞ്ഞു കഴിഞ്ഞപ്പോ ബിഗ് ബോസ് കണ്ടിട്ടില്ലേ, ഇവിടെ കരച്ചിൽ കാർഡൊന്നും നടക്കില്ല എന്ന് അനുമോളിനോട്. അനുമോള് അവിടുന്ന് മുന്നേ പറയുന്നുണ്ട്, എന്താ വെറുതെ മിണ്ടാതിരുന്ന ഞാൻ വാഴയാവും, നല്ല വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ച ഞാൻ അഹങ്കാരിയാവും. അങ്ങനെയാണ് അനുമോള് എന്ത് ചെയ്താലും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എല്ലാവരും വെച്ച് തരും. അത് ഇനി അകത്തുനിന്ന് വെച്ചില്ലെങ്കിലും പുറത്തുനിന്ന് വെച്ച് തരും. ഇല്ലടി, ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു 2 സാധനങ്ങൾ അവിടെ. അതെ. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മളുടെ പരിപാടി കഴിഞ്ഞു. അതെ, ഞങ്ങള് പ്രമോ കണ്ട പോയിട്ട് നാളത്തേക്ക് എന്തൊക്കെയാണ് ലൈവും കാണാറില്ല. ലൈവ് കാണുന്നുണ്ട്. പിന്നെ ലൈവ് അപ്ഡേറ്റ് ഞാൻ ഇടാതിരിക്കുന്നത് ഒരുപാട് പേര് ലൈവ് അപ്ഡേറ്റ് ചെയ്യും. മിനിറ്റിന് കൊടുക്കുന്നുണ്ട്. മാത്രല്ല നല്ലതാണ്, അത് എല്ലാവർക്കും അതിന്റെ അപ്ഡേറ്റ്സ് കിട്ടുമല്ലോ. ഞാനിങ്ങനെ സമയമൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങനെ എപ്പിസോഡൊക്കെ കണ്ടിട്ട് ഞാൻ എന്റെ അഭിപ്രായം വന്നിട്ട് പറഞ്ഞിട്ട് പോകണേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മേജർ സംഗതി ഉണ്ടാകുമ്പോൾ മാത്രം ഒരു ലൈവോ അല്ലെങ്കിൽ ആ ഇൻസിഡന്റിനെ കുറിച്ചോ പറയാന്നുള്ള രീതി. കാരണം ബാക്കിയുള്ള കോണ്ടന്റുകളും സൈഡിൽ കൂടി കൊണ്ടുപോകാനാണ് എനിക്ക് പേഴ്സണലി താല്പര്യം. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ടൈമിൽ കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഓക്കെ ഗൈസ്, ഓ നാളെ എല്ലാവരും ലൈവ് ആണ്.